ഹലോ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ 6ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ. ആ ചാപ്റ്ററിൽ ഹൈഡ്രജനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഓക്കെ, എക്സാമിന് അതിൻ്റെ എന്താ പറയുക ചില ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ആ ഹൈഡ്രജൻ്റെ കുറച്ച് റിയാക്ഷൻസും ഹൈഡ്രജൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് നോക്കി പോകും അല്ലേ. അപ്പോൾ നോക്കാം, നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തെ കുറിച്ചാണ്. എന്താ മക്കളെ? ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഒന്നുമില്ല മക്കളെ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലാണ് യെസ് ഒരു നോൺ മെറ്റലായ ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഓക്സിജനുമായുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. ഒരാളിപ്പോ ഞാൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? എന്താ പറയുക, നമ്മൾ കമ്പഷൻ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരാൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കമ്പഷൻ ആണ്, ജ്വലനമാണ്. സോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആളാണ് മക്കളെ H2O എന്ന് പറഞ്ഞ ആള്. ഓക്കെ, H2O മാത്രമല്ല, വലിയ എമൗണ്ട് ഓഫ് ഹീറ്റും എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. ഓക്കെ അല്ലേ. സോ ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ. ബേൺസ് കാരണം ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ സാധാരണഗതിയിൽ ബേണിങ് അല്ലെങ്കിൽ കമ്പഷൻ, ജ്വലനം എന്നൊക്കെ നമ്മൾ പറയാനുള്ളത് കേട്ടോ. ഇനി എന്താ? ഓക്സിജൻ ടു ഫോം അല്ലേ, ബേൺസ് ഇൻ ഓക്സിജൻ ടു ഫോം വാട്ടർ. മക്കൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇപ്പൊ കാർബൺ അടങ്ങിയ എന്തെങ്കിലും കത്തുകയാണെങ്കിൽ നമുക്ക് പറയാൻ അവസാനം എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വളരെ വിലപ്പെട്ട, നമുക്ക് ജീവിതത്തിൽ എന്താ പറയാ ഒഴിച്ചുകൂടാനാവാത്ത അല്ലേ ജലം, വാട്ടർ, ജലം അല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആരാ? ജലം, വാട്ടറാ. ഓക്കെ, അപ്പൊ ആ ഒരു റിയാക്ഷൻ എന്താ? പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കാത്ത ഒരു റിയാക്ഷൻ ആവും അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കുക. ദിസ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ നമുക്ക് അറിയണം എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ. താപമോചക രാസപ്രവർത്തനം എന്താണ്? താപ ആഗിരണ രാസപ്രവർത്തനം എന്താണ്? നോക്കണം, താപം പുറത്തു വിടുന്ന റിയാക്ഷൻ കണ്ടില്ല നിങ്ങൾ ഇവിടെ കണ്ടോ? പ്ലസ് ഹീറ്റ്, ഈ ഏരോ മാർക്കിന്റെ റൈറ്റ് ഭാഗത്തല്ലേ ഹീറ്റ് വന്ന്. സോ ഈ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്, താപമോചക രാസപ്രവർത്തനമാണ്. ഓക്കെ അല്ലേ, താപത്തെ മോചിപ്പിച്ചു. ഇനിയോ താപ ആഗിരണ രാസപ്രവർത്തനം. അതായത് ഈ ഏരോ മാർക്കിന്റെ ഈ ഭാഗത്താണ് താപം ഉള്ളതെങ്കിൽ, ലെഫ്റ്റ് ഭാഗത്താണ് താപം ഉള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അഥവാ താപ ആഗിരണ രാസപ്രവർത്തനം എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റും ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ്. നോക്കടാ, ഇവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചെറിയൊരാള്, ഓക്സിജൻ എന്ന് പറഞ്ഞ സിമ്പിൾ ആയ ഒരാള്. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ ചെറിയ ആൾക്കാരാ. അപ്പോൾ 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട് ഈസ് കാൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. നോക്കടാ, ഇത്തരത്തിൽ രണ്ടോ മിനിമം 2 പേര് അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എന്താണ്? ലഘുപദാർത്ഥങ്ങളാണ്. അപ്പൊ ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. മക്കൾ ശ്രദ്ധിക്കുക, അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിജനുമായുള്ള റിയാക്ഷൻ എന്തിന്റെ എക്സാമ്പിളാ? ഈ പറഞ്ഞ സംയോജന രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. സോ എ എന്ന് പറഞ്ഞ ചെറിയ ആള്, ബി എന്ന് പറഞ്ഞ ചെറിയ സിമ്പിൾ ആയ ഒരാളോട് കൂടി ചേർന്ന് AB എന്ന് പറഞ്ഞ ഒരു സംയുക്തം ഉണ്ടായി എങ്കിൽ പറയാൻ പറ്റും ഈ റിയാക്ഷൻ ഒരു സംയോജന രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ. നോക്കടാ, അതേപോലെ തന്നെ H2 എന്ന് പറഞ്ഞ ചെറിയ ആള്, Cl2 എന്ന് പറഞ്ഞ വേറൊരാള് കൂടി ചേർന്ന് എന്തുണ്ടായി? HCl ഉണ്ടായി. ഓക്കെ അല്ലേ. അപ്പൊ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം ഇതിന് എക്സാമ്പിൾ ആണ്, ഒരു സംയോജന രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. ഈ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആര് വേണം മക്കളെ? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം കേട്ടോ. ഓക്കെ അല്ലേ. യെസ്, ഇതൊക്കെ എന്താ? സംയോജന രാസപ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. നോക്കടാ, ഒന്ന് N2 + 3H2 gives 2NH3. കണ്ടോ, രണ്ടോ അതിലധികമോ ചെറിയ ലഘുപദാർത്ഥങ്ങൾ കൂടി ചേർന്ന് വലിയ ഒരു സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? സംയോജന രാസപ്രവർത്തനം എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. യെസ്, ഇനി ഇതൊക്കെ എക്സാമ്പിൾ മക്കളെ. എക്സാമിന് എന്ത് ചെയ്യണം? അങ്ങ് ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എക്സാമ്പിൾ കണ്ടാൽ അല്ലേ കുറേ റിയാക്ഷൻസ് തരും. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം എന്താണ് ഏതാണ് സംയോജന രാസപ്രവർത്തനം, ഏതാണ് ആദേശ രാസപ്രവർത്തനം. അങ്ങനത്തെ രാസപ്രവർത്തനം കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു അറിവുണ്ടാവണം. സോ സംയോജന രാസപ്രവർത്തനം കണ്ടാൽ മക്കൾ എന്ത് ചെയ്ത് ഇനി മാർക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ അല്ലേ. യെസ്, ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം ഹൈഡ്രജന്റെ കുറച്ച് യൂസേജസ്. ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, അതായത് NH3. മക്കൾ നേരത്തെ റിയാക്ഷൻ കണ്ടിരുന്നോ? N2 + 3H2 gives 2NH3. യെസ്, അതിൽ കണ്ടോ NH3 ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം മക്കളെ? ഹൈഡ്രജൻ വേണം കേട്ടോ. ഓക്കെ, മെഥനോളും അമോണിയ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആര് വേണം? നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ വേണം. ഇനി ടു സാച്ചുറേറ്റ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്, അപൂരിതമായ എണ്ണകളെ പൂരിതമാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഉപയോഗിക്കാം കേട്ടോ. ആസ് എ ഫ്യൂവൽ. എങ്ങനെ? ഇന്ധനമായിട്ട്, ഫ്യൂവലായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് പറയാൻ പറ്റും ഇന്ധനത്തെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കത്തിക്കാറുണ്ട്. അഥവാ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഹീറ്റ് പുറത്തേക്ക് വരിക അല്ലേ. അപ്പൊ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആ ഹൈഡ്രജനിൽ പുറത്തേക്ക് വരുന്ന താപോർജ്ജം വളരെ വളരെ കൂടുതലായിരിക്കും.
സിംപിളി പറഞ്ഞാൽ ഹൈഡ്രജൻ കത്തുമ്പോൾ പുറത്തേക്ക് വിടുന്ന താപോർജ്ജത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് പൊട്ടിത്തെറിക്കുന്ന പോലെ എക്സ്പ്ലോസീവ് ആയിട്ടാണ് എന്ത് ചെയ്യുക ഹൈഡ്രജൻ കത്തുക. സോ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഒന്നും അവിടെ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈക്കിലോ കാറിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ അത് പുറത്തേക്ക് വിടുന്ന ഊർജ്ജത്തിന്റെ അളവ് വളരെ 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 കൂടുതലാണ് അല്ലേ. നമ്മൾ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇനി ഡീസലാണെങ്കിലും മണ്ണെണ്ണയാണെങ്കിലും ഏതൊരു ഇന്ധനം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒന്നും അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് എന്ത് ചെയ്യുക ഈ ഹൈഡ്രജൻ പുറത്തേക്ക് വിടുന്ന താപോർജ്ജത്തിന്റെ അളവ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരു യൂണിറ്റ് മാസ് ഇന്ധനം എങ്ങനെ 1 കിലോഗ്രാം എന്ന് പറയാൻ പറ്റും. അപ്പോൾ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി 100% ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് എന്ത് അതിന്റെ കലോറിക മൂല്യം. എന്താ പറയാ മക്കളെ, കലോറിഫിക് വാല്യൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എന്താണ്? കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്, വളരെ വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹൈഡ്രജനെ ഒരു ഇന്ധനമായിട്ട് യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. കാരണം എന്താ, അത് വളരെയധികം എക്സ്പ്ലോസീവ് ആയിട്ട് എന്ത് ചെയ്യും, കത്തിപ്പിടിക്കും. ഓക്കെ അല്ലേ. സോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എങ്കിലും റോക്കറ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ഇതൊക്കെ നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല സംയോജന രാസപ്രവർത്തനം എവിടെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. മാത്രമല്ല കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു അല്ലേ, കലോറിക മൂല്യം. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാം ചോദിക്കുകയാണെങ്കിൽ ഓർത്തെടുത്ത് വ്യക്തമായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.